ഈ നെഗറ്റീവായിട്ടുള്ള പീപ്പിളിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഹലോ, ദിസ് ഈസ് ഡോക്ടർ വൃന്ദാവനോ, ഹോമിയോപ്പതി ഫിസിഷ്യൻ. സോ എങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള പീപ്പിളിനെ ഡീൽ ചെയ്യാം? എങ്ങനെ അവരെ നമ്മുടെ അടുത്തോട്ട് വരുന്ന ആ ഒരു മെൻറ്റാലിറ്റി എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം? അതുപോലെ എങ്ങനെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താം? ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമതായിട്ടുള്ള കാര്യം, അവർ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് അവരെപ്പോഴും നിരന്തരമായിട്ട് വന്നേച്ചു എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, പരദൂഷണങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരിങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങളെ ഒന്ന് കുത്തി സംസാരിക്കുക, നിങ്ങൾക്കൊരു കൊട്ട് തരിക, നിങ്ങൾക്കൊരു മുള്ളും മുനയും വെച്ച് സംസാരിക്കുക എന്നൊക്കെ പറയത്തില്ലേ പണ്ടുള്ളവർ. അപ്പം അതേപോലത്തെ സംസാരിക്കുക. അത് രണ്ടാമതായിട്ട് നിങ്ങളെ കൂടെ എഫക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കുന്ന. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്? അവരിങ്ങനെയൊക്കെ പറയാൻ വരുമ്പം നമ്മൾ സൂക്ഷിച്ച് അവരുടെ കണ്ണിലേക്ക് തന്നെ ശ്രദ്ധിക്കുക, അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കുക. അവരെന്താണ് എയിം ചെയ്യുന്നത്, അവരെന്തിനാണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് അവരിങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്? അവർക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താണ് കിട്ടുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമതായിട്ട്, അവർക്കിങ്ങനെ നമ്മളെ ഒന്ന് കുത്തി നോവിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സുഖം കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമുക്ക് ചിലപ്പം ഇങ്ങനെ അവർ പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യം കാണത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് ജസ്റ്റ് ഡോണ്ട് കെയർ, നമ്മളത് കേൾക്കാത്ത രീതിയിൽ അഭിനയിക്കുക. ഓക്കെ, 1-2 തവണ നമ്മൾ അഭിനയിക്കുക, മൂന്നാമത്തെ വട്ടവും നമ്മൾ അഭിനയിക്കുക, നാലാമത്തെ വട്ടമാകുമ്പോൾ നമ്മൾ പറയാം നമുക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുക. നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടും അവർ വീണ്ടും നിരന്തരം തുടരുകയാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുക, ഇൻലോസിൻ്റെ അടുത്ത് പറയുക, നിങ്ങളുടെ പേരൻസിനെയും അറിയിച്ചിരിക്കുക. ഓക്കെ, നിരന്തരം എങ്ങനെ വന്ന് പറയുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ അറിയിക്കുക. ഇൻ കേസ് നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ എന്താണേലും നിങ്ങൾ അറിയിച്ചിരിക്കണം. സോ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനായിരിക്കും അവർ ശ്രമിക്കുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലാവും. അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും അസൂയയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടെങ്കിൽ, അപ്പം എന്തെങ്കിലും അസൂയ, കുശുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ, നമ്മളെപ്പറ്റി ഓരോ കുറ്റങ്ങൾ, നമ്മളെ കുത്തി സംസാരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് നമ്മൾ നൈസായിട്ട് അങ്ങ് സുഖിപ്പിക്കും. എന്നിട്ട് ഇടയ്ക്ക് നമുക്കൊരു കുത്ത് തന്നിട്ട് അവരങ്ങ് പോകും, അല്ലേ? അപ്പം നമുക്ക് നല്ല ദേഷ്യം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതെല്ലാം കേട്ട് ചിരിച്ചങ്ങ് നിൽക്കുക. 1 തവണ 2 തവണ 3 തവണ ആയി കഴിയുമ്പോൾ നമ്മൾ വോൺ ചെയ്തിട്ട് അത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക. അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ അവരെ സേഫാക്കി നമ്മൾ കൊണ്ടുവരുത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. എന്തിനാണ്? വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനാണോ? ഹസ്ബൻഡും വൈഫാണെങ്കിൽ അവരെ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കാനാണോ? നമ്മുടെ പീസ്ഫുള്ളായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം അവർ കുളവാക്കാനാണോ? എന്തിനാണ്? അവർക്ക് എന്തോ അസൂയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതെന്തായാലും സ്റ്റോപ്പ് ചെയ്യിക്കേണ്ടതുണ്ട്. ഇൻ കേസ് നാളെ നമ്മൾ ഇപ്പോൾ ഇവരുടെ ആ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അവരുമായിട്ട് ഒരുപാട് സഹകരിക്കാൻ വേണ്ടി പോകരുത്. ഇതിപ്പോൾ ചിലപ്പം മേ ബി നിങ്ങളുടെ അടുത്ത റിലേറ്റീവാണ്, ഒന്നുമില്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ അമ്മയുടെ ഏതെങ്കിലും അടുത്തൊരു റിലേഷനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു അടുത്ത റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം അടുത്ത റിലേഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹൈ ബൈ റിലേഷൻ കീപ്പ് ചെയ്യുക. അവർ വരുമ്പോൾ ഹായ്, പോകുമ്പോൾ ബൈ, അത് മാത്രം. അപ്പം അവർ ചിലപ്പം പറയും നിങ്ങൾക്ക് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിൽ വരുമ്പം അവർ നമ്മുടെ ഗസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാന്യമായിട്ട് അവരെ സ്വീകരിക്കുക. അപ്പം അവരുടെ ആ ഒരു മാനേഴ്സ് അതാണ്. അവർ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞും നമ്മളെ കുത്തിത്തിരിപ്പുണ്ടാക്കി, ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ അവരിടയിൽ വഴക്കുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ടുവരിക, നെഗറ്റീവായിട്ടുള്ള ഡയലോഗ്സ് പറയുക. അപ്പം അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അവർക്ക് എന്തോ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പം അവരുടെ ആ ഒരു മാനേഴ്സ് അത് വളരെ ചീപ്പായിട്ടുള്ള ഒരു മാനേഴ്സാണതല്ലേ? അതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പം അവർക്ക് മനസ്സിൽ ഈഗോ, കോംപ്ലക്സ്, നമ്മളോടുള്ള ഒരു അസൂയ, കുശുമ്പ്, അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മളെപ്പോഴും ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കുന്നത്, അല്ലേ? സോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് താല്പര്യമില്ലെന്ന് പറയുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് അറിയിക്കാം,
ഇൻലോസ് ഉണ്ടെങ്കിൽ ഇൻലോസിൻ്റെ അറിയിക്കുക. ആദ്യം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണം, ഇൻലോസിൻ്റെ അടുത്തും നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തും പറയണം. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നേരത്തെ ഒന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവർ അത്ര നമുക്ക് അടുത്തിടപഴകുമ്പോഴല്ലേ നമുക്ക് ഓരോ ആൾക്കാരെ അറിയാൻ പറ്റൂ. സോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ വിളിക്കുകയും സംസാരിക്കുകയും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പേസ്, പഴയ ഒരു സ്പേസ് അവർക്ക് കൊടുക്കാതിരിക്കുക. കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ കോൺടാക്ട്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക. ചാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചാറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം അവർ പറയും നിങ്ങൾക്ക് ചാടയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇതായി, നിങ്ങൾ വലിയ ആളൊക്കെ അങ്ങ് മാറിപ്പോയി. ഇറ്റ്സ് ഓക്കെ. അവരുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ബിഹേവിയർ കൊണ്ടാണ് നമ്മൾ മാറിയത്. നമുക്ക് നമ്മുടെ ബൗണ്ടറിയിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള പീപ്പിളിനെ നമ്മുടെ ബൗണ്ടറിക്കകത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഓക്കെ, അത് നമ്മുടെ പീസ്ഫുൾനെസ്സിനെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ അവരുടെ ഫങ്ഷനുകൾ, അവർ വിളിക്കുന്ന ഫങ്ഷനുകൾ, കാര്യങ്ങൾ, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തിനാണ്? നമ്മുടെ ഓറേനെ ഹൈ ആക്കാൻ വേണ്ടി. കാരണം ഇങ്ങനത്തെ ആൾക്കാരുടെ മൈൻഡിൽ എപ്പോഴും കിടക്കുന്നത് എന്തായിരിക്കും? ഭയങ്കര നെഗറ്റീവും അസൂയയും കുശുമ്പും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതെല്ലാം നമ്മുടെ ഫ്രീക്വൻസിയെ ലോ ആക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ പോയി സഹകരിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജിയും കൂടെ ഡ്രെയിൻ ഔട്ടായി പോകും. സോ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കുന്നത് നിർത്തുക. ഇനിയിപ്പോൾ സഹകരിക്കാൻ അടുത്ത റിലേഷനാണ് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സഹകരിച്ചേ പറ്റത്തുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പോയി സഹകരിക്കുക, വരിക, ഹൈ ബൈ റിലേഷൻ കീപ്പ് ചെയ്യുക. അല്ലാതെ ഒരുപാട് അവരുടെ അടുത്ത് ദേഷ്യവും കാണിക്കേണ്ട, അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹവും കാണിക്കേണ്ട. ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അവരെ നന്നാക്കാനും പോകണ്ട, അതുപോലെ തന്നെ അവരെ മോശമാക്കാനും പോകണ്ട. അവരെന്താണോ അങ്ങനെ സംസാരിക്കുന്നത് അവരുടെ മാനേഴ്സ് ആയിരിക്കും. ഇൻ കേസ് നമുക്ക് അവരുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് അറിയാന്നിട്ട് പോലും അവർ വന്നേച്ച് ഭയങ്കരമായിട്ട് പൊങ്ങച്ചും എന്ന് പറയും അല്ലേ ചിലർ. അങ്ങനെ ഞാൻ അങ്ങനാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ അവർ വലിയ സംഭവമാണ്, നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുക. ഓക്കെ, നമ്മൾ ഒരുപാട് അങ്ങോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. കാരണം നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് അവിടെ നിന്നങ്ങ് കട്ട് ചെയ്യുക. നമ്മൾ അവരെ ചുറ്റുപാട്, അവരെ ചുറ്റിപ്പറ്റിയുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആബ്സെൻ്റ് ആവുക. നമ്മുടെ പ്രസൻസ് അവിടെ കാണിക്കാതിരിക്കുക. കഴിവതും അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിന് നല്ലൊരു പീസ്ഫുൾനെസ് കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ബൗണ്ടറിക്കകത്തേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യരുത്. പിന്നെ നമ്മുടെ ഇൻലോസ്, അതായത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒരു ബന്ധം, റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവരെയും പറ്റി പറയാം അല്ലേ. നമുക്ക് നമ്മുടെ അടുത്ത് വന്ന് നല്ല കാര്യങ്ങൾ പറയുന്നവർ അവർ നല്ല ആൾക്കാരായിട്ടോ, നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവർ പാവം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മോശപ്പം നമുക്ക് അവരുടെ ഒരു സപ്പോർട്ട് കൂടി കിട്ടും. അപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആരെങ്കിലും ഇങ്ങനെ പറയാമെങ്കിൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക. അവരുമായിട്ടുള്ള ചാറ്റും കോണ്ടാക്ട്സും നമ്മൾ കീപ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം അവർക്ക് താനെ അവരതങ്ങ് സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ പിന്നെ നമ്മൾ ശല്യം ചെയ്യാൻ വേണ്ടി വരത്തില്ല. നമ്മൾ അവരെ ശല്യം ചെയ്യാനും പോകണ്ട. നമുക്കിപ്പോൾ അവരുടെ അടുത്ത് ദേഷ്യ വൈരാഗ്യം ഒന്നും വെക്കാൻ പോകണ്ട. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സോ ഈ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. താങ്ക് യു.